ആ ഗോകുലിനെ ഇനി ശിക്ഷിക്കരുതെന്ന് സച്ചേട്ടനോട് പറയണം. മറ്റാര് പറഞ്ഞാലും സച്ചേട്ടൻ കേൾക്കില്ല. ആരതിക്ക് മാത്രമേ സച്ചേട്ടനെ കൊണ്ടിത് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റൂ. സച്ചിയോട് ഞാനത് പറഞ്ഞിട്ടില്ലെന്നാണോ അർച്ചന കരുതുന്നത്? ആവർത്തിച്ച് പലതവണ ഞാൻ സച്ചിയോട് ചോദിച്ചു ഇത് വേണോ വേണ്ടയോന്ന്. പക്ഷെ സച്ചി നിർബന്ധം പിടിച്ചു. സച്ചി എന്റെ അടുത്ത സുഹൃത്താ. ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ സച്ചി കേൾക്കുകയും ചെയ്യും. പക്ഷെ ഇക്കാര്യത്തിൽ സച്ചി വലിയ പിടിവാശിയില്ല. ഞാൻ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇത്രയും നാളും കാത്തിരുന്നല്ലേ, ഇനി കുറച്ചു നാൾ കൂടി കാത്തിരുന്ന പോരെ? ഞാൻ തിരിച്ചു വരില്ലേ? ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ ഗോകുല് തകർന്നു പോരുത്. ആ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ഇക്കാര്യത്തിൽ ഒരു പിടിവാശി കാണിക്കരുതെന്ന് സച്ചേട്ടനോടൊന്ന് പറയണം. ഇതിപ്പോ സച്ചിയുടെ പിടിവാശിയുടെ മാത്രം കാര്യമല്ല. ഗോകുൽ സാറിന്റെ പേരിൽ ഒരു വക്കീൽ നോട്ടീസ് അയക്കുമ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യയായ എനിക്കുണ്ടായ മാനസിക വിഷമം എത്രയാണെന്ന് അർച്ചനയ്ക്ക് ഊഹിക്കാൻ പറ്റുമോ? അതുപോലും സച്ചി പരിഗണിച്ചിട്ടില്ല. പിന്നെ സച്ചിയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിനകം തന്നെ ആ പാവം സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു കഴിഞ്ഞു. ഇപ്പൊ അമ്മയുടെ അസുഖം കൂടി ആയപ്പോ നില വിട്ടുപോയി. അന്ന് വീട്ടിൽ വന്നപ്പോ തന്നെ അമ്മയുടെ സമനില കൈവിട്ടു പോയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായതാ. അമ്മയ്ക്ക് മുമ്പിൽ ഒന്നും ഓർമ്മയില്ലാത്തവളെ പോലെ അഭിനയിക്കേണ്ടി വന്നപ്പോ സത്യം പറഞ്ഞ എന്റെ മനസ്സാകെ തകർന്നു പോയ അരുതി. അപ്പോ അർച്ചനയ്ക്ക് ഊഹിക്കാമല്ലോ സച്ചിയുടെ മാനസികാവസ്ഥ. അമ്മയുടെ ആ അവസ്ഥ തന്നെയാ സച്ചി ഇതിനെ പ്രേരിപ്പിച്ചത്. അർച്ചന തിരിച്ച് വീട്ടിലെത്തിയ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന സച്ചി ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷേ ഗോകുൽ സാറിന്റെ ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ സച്ചി ചിന്തിക്കുന്നത് പോലുമില്ല. ഗോകുൽ സാർ ആത്മഹത്യ ചെയ്താൽ പോലും ഒരു പ്രശ്നവും ഇല്ലെന്ന നിലപാടാ സച്ചിയുടെ. ഞാൻ ആത്മഹത്യ ചെയ്താ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാ. ആരുടെ ആത്മഹത്യ കൊണ്ട് പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമല്ല ഇത്. വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും തീർക്കാൻ പറ്റുന്നതുമല്ല. ഒരു വശത്ത് സ്വന്തം ഭർത്താവ്, മറുവശത്ത് 10 വർഷം തന്നെ സംരക്ഷിച്ച പുരുഷൻ. രണ്ടും കൂടി ഒരു തുലാസിൽ വെച്ച് നോക്കുമ്പോ ആർക്കായാലും മനസ്സൊന്ന് പതറിപ്പോവും. എന്റെ സച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷേ സച്ചേട്ടനിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോ ഗോകുലിനും കുടുംബത്തിനും ഒരു പോറല് പോലും ഏൽക്കാൻ പാടില്ല. ഞാനും ഒരു പെണ്ണല്ലേ, അർച്ചന പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വേണ്ടി കോടതി കയറാൻ ഞാൻ ഗോകുലിനെ അനുവദിക്കില്ല. അത്രയ്ക്ക് വലിയ പാപമൊന്നും ആ ഗോകുല് ചെയ്തിട്ടില്ല. ആ മനുഷ്യന്റെ ഭാര്യയായിട്ട് ഞാൻ ഇതുവരെയും ജീവിച്ചിട്ടില്ല. പക്ഷെ എന്നെ സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും അദ്ദേഹം ബലിയാടായ എനിക്ക് പിന്നെ സച്ചേട്ടനിലേക്ക് ചിലപ്പോ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് വരെ വരും. ഞാൻ സച്ചേട്ടന്റെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ സച്ചേട്ടൻ ഈ കേസ് പിൻവലിക്കണം. ഞാൻ സച്ചിയോട് ഒന്നുകൂടി സംസാരിക്കാം. ഇപ്പൊ അർച്ചന സമാധാനമായിട്ട് പോ. സച്ചിയോട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. എനിക്ക് എന്റെ സച്ചേട്ടൻ വേണം. പക്ഷെ ഇനിയും ഗോകുലിനെ വേദനിപ്പിച്ച പിന്നെ ഞാൻ ഉണ്ടാവില്ല. സംസാരിക്കുമ്പോ അതും കൂടി പറഞ്ഞേക്ക്.